ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ മോഡൽ ചിക്കൻ പോളയാണ്. പോള ഉണ്ടാക്കുന്നതിന് വേണ്ടി 250 ഗ്രാം ചിക്കനാണ് എടുത്തേക്കുന്നത്. അതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിലോട്ട് 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. പെരുംജീരകം പൊടിച്ചത് 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് 1 ടീസ്പൂൺ. അതിലോട്ട് 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് മസാലകളെല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ചിക്കൻ മാഗ്നേറ്റ് ആവാൻ വേണ്ടി ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് വെക്കണം. അങ്ങനെ നമ്മുടെ ചിക്കൻ മാഗ്നേറ്റായി വന്നിട്ടുണ്ട്. ഇനി ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്യാം. ചിക്കൻ്റെ എല്ലാ ഭാഗവും ഫ്രൈ ആവാൻ വേണ്ടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ചിക്കൻ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതൊരു പ്ലേറ്റിലോട്ട് മാറ്റി ചെറുതായി പിച്ചെടുത്ത് വെക്കുക. ഇതിലേക്കുള്ള മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് 2 വലിയ സവാള എടുത്തിട്ട് നന്നായിട്ട് വഴറ്റുക. സവാള പെട്ടെന്ന് വഴന്നു വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. സവാള നന്നായി വഴന്നു വന്നിട്ടുണ്ട്. അതിലോട്ട് 1/2 ടീസ്പൂൺ കറിവേപ്പില ഇട്ട് കൊടുക്കുക. 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ അരച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ഓരോ ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ചെറുതായി ഒന്ന് മസാല ഇളക്കി കൊടുത്ത ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. മസാലകളെല്ലാം ഇട്ട് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതിൻ്റെ കൂടെ തന്നെ പെരുംജീരകം പൊടിച്ചെടുത്ത് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഗരം മസാല 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടി 1 ടീസ്പൂൺ ഇട്ടെടുക്കുക. കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ ഇട്ടെടുക്കുക. മസാല നന്നായി ഇളക്കി കൊടുത്ത ശേഷം നേരത്തെ പിച്ചെടുത്ത് വെച്ച ചിക്കൻ ഫ്രൈ ഇതിലോട്ട് ഇട്ട് മിക്സ് ചെയ്യണം. പിച്ചെടുത്ത ചിക്കൻ ഫ്രൈയുടെ കുറച്ച് ഭാഗം പോളയുടെ സെക്കൻഡ് ലെയറിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കണം. പോളയ്ക്ക് ആവശ്യമായിട്ടുള്ള മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബാറ്റർ റെഡിയാക്കാം. അതിനുവേണ്ടി 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. ഇതിലോട്ട് 200 ഗ്രാം മൈദ ഇട്ട് കൊടുക്കുക. നല്ല ഫ്രഷ് പച്ചപ്പാലുണ്ടെങ്കിൽ അത് ഇതിലോട്ട് ഒരു 200 ml ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിൽ ഒരു 200 ml ഒഴിച്ചു കൊടുക്കുക. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക.
ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ലൂസിലാവണം ഗ്രൈൻഡ് ചെയ്യാൻ. പോള സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരു ഫ്രൈ പാനും ഒരു ഡച്ച് ഓവൻ പാനുമാണ്. ഫ്രൈ പാൻ താഴെയും ഡച്ച് ഓവൻ പാൻ മുകളിലുമായി വെക്കുക. അതിനുശേഷം ഡച്ച് ഓവൻ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലോട്ട് നേരത്തെ ഗ്രൈൻഡ് ചെയ്ത ബാറ്റർ പകുതിയോളം ഒഴിച്ചു കൊടുക്കുക. പോളയുടെ താഴത്തെ ലെയർ വെന്ത് കിട്ടാൻ വേണ്ടി ലോ ഫ്ലെയിമിൽ ഇട്ട ശേഷം പാൻ 5 മിനിറ്റ് മൂടി വയ്ക്കുക. പോള ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നേരത്തെ റെഡിയാക്കി വെച്ച മസാല ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. മസാലകളെല്ലാം നല്ലപോലെ എല്ലാ സൈഡിലോട്ടും നന്നായിട്ട് ഇട്ട് കൊടുക്കുക. മസാലകളെല്ലാം എല്ലാ ഭാഗത്തോട്ടും നല്ലപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നേരത്തെ മാറ്റി വെച്ച പകുതി ബാറ്റർ കൂടെ ഒഴിച്ചു കൊടുക്കുക. പോളയുടെ സെക്കൻഡ് ലെയർ കൂടെ ബാറ്റർ ഒഴിച്ച് കവർ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നേരത്തെ മാറ്റി വെച്ച ചിക്കൻ ഫ്രൈ ഇതിൻ്റെ മുകളിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് തക്കാളി ചെറുതായി അരിഞ്ഞതും ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞതും ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. രണ്ട് മല്ലിയില കൂടെ വെച്ച് കൊടുത്തിട്ട് പാൻ 20 മിനിറ്റ് മൂടി വയ്ക്കുക. ചിക്കൻ പോള ഏകദേശം ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് പാൻ ഓപ്പൺ ചെയ്ത് നോക്കാം. ചിക്കൻ പോള കാണുന്ന ഭംഗി പോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പോളയുടെ താഴത്തെ ലെയർ നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും. മുകളിൽ ലെയർ വെന്ത് വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇതിനനുസരിച്ചുള്ള പാനിലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഒരു പാത്രം വെച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ പ്ലേറ്റിൻ്റെ സഹായത്തോടെ ആ പാനിൽ തന്നെ നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് അതേ ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ പോളയുടെ മേൽഭാഗവും താഴ്ഭാഗവും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിലോട്ട് എടുത്ത് മാറ്റി വയ്ക്കാം. ഫൈനലി നമ്മുടെ ചിക്കൻ പോള റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.